അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എത്രയും ആദരനായ മസ്കറ്റ് സുന്നി സെൻ്ററിൻ്റെയും SIC നാഷണൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അൻവർ അജീസ്, മസ്കറ്റ് സുന്നി സെൻ്റർ മദ്രസ പ്രിൻസിപ്പാൾ മുഹമ്മദ് അലി ഫൈദി, ജനറൽ സെക്രട്ടറി ഷാഹിദ്ദീൻ ബഷീർ, മറ്റ് ഉസ്താദുമാർ, മസ്കറ്റ് സുന്നി സെൻ്ററിൻ്റെ മെമ്പർമാർ, അതുപോലെ തന്നെ SIC, KMCC, SKSSF എന്ന് അവരെയും അതുപോലെ തന്നെ ഇവിടെ സന്നിധരായിട്ടുള്ള സഹോദരന്മാരെ, എൻ്റെ പിഞ്ചു പൊന്നോമന മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനത്തോട് ബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പരിപാടിയിലാണ് നമ്മളെല്ലാവരും. ലോകമെമ്പാടുമുള്ള മുസ്ലിം ഉമ്മത്തികൾ ഇന്നും ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4-ാം തീയതി മസ്കറ്റ് സുന്നി സെൻ്റർ SIC ഒമാൻ സംഘടിപ്പിച്ച മസ്കറ്റ് സുന്നി സെൻ്ററിൻ്റെ 43-ാം വാർഷികം, അതുപോലെ തന്നെ മസ്കറ്റ് സുന്നി സെൻ്ററിൻ്റെ കീഴിൽ മമ്പൽ ഹുദ മദർസയുടെ 35-ാം വാർഷികവും വളരെ പ്രൗഢമായി ഫലജ് ഹോട്ടൽ വെച്ച് നടക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട 2 സയ്യിദന്മാർ ഒരേ വേദിയിൽ ഒരുമിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഒമാനിൽ വലിയൊരു സമ്മേളനം നടത്താൻ മസ്കറ്റ് സുന്നി സെൻ്റർ എന്ന പ്രസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ട നമ്മുടെ കുട്ടികളുടെ പരിപാടി അൽഹംദുലില്ലാഹ് നിങ്ങളെല്ലാവരും കണ്ടതാണ്. വളരെ പ്രൗഢഗംഭീരമായ പരിപാടി. ഓരോരോ ചുവടുകളും കുട്ടികളുടെ ചടുലങ്ങളും വളരെ ഭംഗിയായി ഇവിടെ അവതരിപ്പിക്കാൻ സാധിച്ചു. നമ്മുടെ ഉസ്താദുമാർ റബീഉൽ അവ്വൽ മാസത്തിലാണ് 2 വർഷത്തോളമായി നമ്മുടെ ഈ റബീഉൽ അവ്വൽ മാസം പരീക്ഷകൾ വന്നുകൊണ്ടിരിക്കുക. പരീക്ഷാ സമയത്ത് കുട്ടികളെ പഠിപ്പിച്ചെടുക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഇത്രയും നല്ല രീതിയിൽ നമ്മുടെ ഉസ്താദുമാർ ഈ കുട്ടികളെ ഇത്രയും പ്രൗഢമായി പഠിപ്പിച്ചെടുത്തതിൽ ഞാൻ പ്രത്യേകം ഉസ്താദുമാരെയും നമ്മുടെ പിഞ്ചു മക്കളെയും പ്രത്യേകം അനുമോദിക്കുന്നു. അൽഹംദുലില്ലാഹ്. ശ്രദ്ധിക്കുക, 94599 വണ്ടി ഒന്ന് മാറ്റിക്കൊടുക്കണം. രണ്ടാമത്തത് 9279 48352 65173 എന്നീ വണ്ടികൾ ഉടൻ മാറ്റിക്കൊടുക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ പിഞ്ചോമന മക്കളെ ആത്മീയവും ഭൗതികവുമായി അവരെ പഠിപ്പിച്ചെടുക്കേണ്ട കാര്യം മാതാപിതാക്കൾക്കാണ്. അവരെ നമ്മുടെ മസ്കറ്റ് സുന്നി സെൻ്റർ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങൾ ചേർക്കാത്തവരുണ്ടെങ്കിൽ മദ്രസയിൽ കൊണ്ടുവന്ന് ചേർക്കുക. നിങ്ങൾ കണ്ടല്ലോ ഇവിടെ ഓരോരോ കുട്ടികൾ പഠിച്ചെടുത്ത് നമ്മളെ മദ്രസയിൽ പഠിച്ച ഒരുപാട് കുട്ടികൾ ഇന്ന് പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ
നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ 2 IAS ഓഫീസർമാർ ഇന്ത്യയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കോർട്ടിൽ, ഹൈക്കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഡോക്ടേഴ്സ്, നമ്മുടെ മദ്രസയിൽ കൊണ്ടിരുന്ന കുട്ടികൾ ഇന്ന് ആരും തന്നെ പാഴായി പോയിട്ടില്ല. എല്ലാവരും നല്ല പൊസിഷനിലാണ്. അള്ളാഹു ഖൈറിലാക്കട്ടെ. അവർക്കെല്ലാം നല്ല ആരോഗ്യവും ആഫിയത്തും നൽകി പ്രദാനം ചെയ്യുമാറാട്ടെ. പിന്നെ എന്നെ ഏൽപ്പിച്ച കർത്തവ്യം സ്വാഗതം ആശംസിക്കലാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ ഇവിടെ തുടക്കം ദുആ കൊണ്ട് സദസ്സ് ധന്യമാക്കിയ അബ്ദുറഹ്മാൻ ഉസ്താദ്, അതുപോലെ തന്നെ ഇത് ഉത്ബോധന പ്രസംഗം നടത്തുന്ന മുഹമ്മദ് അലി ഫൈസി, പ്രസിഡന്റ് അൻവർ ഹാജി, മറ്റ് വേദിയിലിരിക്കുന്ന എല്ലാ സംഘടനയുടെ നേതാക്കന്മാരെ, ഉസ്താദുമാരെയും സഹോദരി സഹോദരന്മാരെയും പിഞ്ചു മക്കളെയും എല്ലാവരും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വാഹിർ ദഅവാന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. ബഹുമാനികളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, ഉസ്താദുമാരെ, ഒരു മുഖ്യ പ്രഭാഷണത്തിൻ്റെ സമയമല്ലെന്ന് തീർത്തും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. സാധാരണ പോലെ ഔപചാരികതകളൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ഒരു പ്രഭാഷണം കൊണ്ട് അവസാനിപ്പിക്കുന്ന സംവിധാനത്തിലേക്കാണ് നമ്മുടെ ഈ പൊതു ചടങ്ങ് എത്തിയിരിക്കുന്നത്. സൂചിപ്പിക്കപ്പെട്ടതുപോലെ സുന്നി സെൻ്ററിൻ്റെ 43-ാം വാർഷികവും നമ്മുടെ മദ്രസയുടെ 35-ാം വാർഷികവും സംയുക്തമായി ആഘോഷിക്കുന്ന ഒരു സമയമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അത് നമുക്കറിയാം, മദീനയിൽ നിന്ന് അഹ്ലുസ്സുഫയിലൂടെ ആരംഭിച്ചതാണ്. അഹ്ലുസ്സുഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഇൽമു പഠിക്കാനും ഖുർആൻ പഠിക്കാനും അവിടെ നബിതങ്ങളോടൊപ്പം ഇരുന്ന പാവപ്പെട്ടവരായ സഹാബികൾ. അഹ്ലുസ്സുഫത്തിൻ്റെ നിർവചനം പറയുമ്പോൾ വീടും കുടുംബവുമില്ലാത്ത പരമദരിദ്രരായ ആളുകളായിരുന്നു. അവരുടെ ഉദ്ദേശം ഖുർആൻ പഠിക്കലും ദീൻ പഠിക്കലുമായിരുന്നു എന്ന് കാണാൻ കഴിയും. അവർക്കൊരു പ്രത്യേകത കൂടി പറയുന്നുണ്ട്: സുഹൃദ്, വറഅ്, സ്വബർ. സുഹൃദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിനോടുള്ള ആർത്തി അവർക്കില്ല. ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുക എന്നതാണ് വറഅ്. പ്രതിസന്ധികളെ ക്ഷമയോടെ തരണം ചെയ്യുക എന്നതാണ് സ്വബർ. ഈ പ്രത്യേകതകൾ അടങ്ങിയ മഹാന്മാരായ സഹാബത്താണ്. 400ഓളം വരുന്ന സഹാബികളാണ് അഹ്ലുസ്സുഫയിലുള്ളത്. അവരിൽ പ്രധാനിയാണ് ഇമാം അബൂ ഹുറൈറ തങ്ങളവറുകൾ. ഒന്ന് ശ്രദ്ധിക്കണേ, 6517-3 65173 ഈ വണ്ടി മാറ്റിക്കൊടുക്കണം. ഇത് മാത്രമേ ഇനി മാറ്റാൻ ബാക്കിയുള്ളവിടെ പോലീസ് വന്ന പ്രശ്നമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. 65173. ഇമാം അബൂ ഹുറൈറ തങ്ങളാണ് അഹ്ലുസ്സുഫയിലെ 400ഓളം വരുന്ന സഹാബികളിൽ പ്രധാനി. മഹാനവറുകൾ മറ്റ് സഹാബികളോട്, മുഹാജിറുകളോടും അൻസാറുകളോടും പറയുന്ന ഒരു മഹാവാക്യം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. യാ മഹ്ശറൽ മുഹാജിരീൻ ഖദ് ശഗലതുകുമുത് തിജാറ. അല്ലയോ മുഹാജിറുകളായ സഹാബത്തെ, നിങ്ങൾ കച്ചവടത്തിൽ ഏർപ്പെട്ടവരാണ്. വഅമ്മാ അൻതും യാ മഅ്ശറൽ അൻസാർ. എന്നാൽ അൻസാറുകളായ സഹാബത്തെ, ഫഖദ് ശഗലതുകുമുൽ ഹുഖൂൽ വൽ മസാരി. കൃഷിയും കൃഷിയിടങ്ങളുമായി അൻസാറുകളും ബന്ധപ്പെട്ടവരാണ്. വഅമ്മാ അന
ഫഖദ് ലാസംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൽഇ ബത്നി, എൻ്റെ വയറ് നിറയുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള സഹവാസമാണ് ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഫകുൻതു അതഅല്ലമു മിനൽ ഇൽം, ഞാൻ ഇൽമ് പഠിക്കുകയാണ്. ഇൽമ് പഠിക്കാൻ വേണ്ടി മുഹാജിറുകളെ പോലെ കച്ചവടത്തിന് പോകാതെ, അൻസാറുകളെ പോലെ കൃഷിക്ക് പോകാതെ, നബി തങ്ങളോടൊപ്പം പട്ടിണി സഹിച്ച് ദുരിതം അനുഭവിച്ചുകൊണ്ട് ജീവിച്ച സഹാബിയാണ് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. ഇമാം അബൂ ഹുറൈറയിലൂടെയാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ ലോകത്ത് നിലനിൽക്കാൻ കാരണമായ ഹദീസ് ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പട്ടിണി സഹിച്ച് ദാരിദ്ര്യം അനുഭവിച്ച് കച്ചവടത്തിന് പോകാതെ, കൃഷിക്ക് പോകാതെ, നബിയോടൊപ്പം കൂടിക്കൊണ്ട് ജീവിച്ചുകൊണ്ട്, നബിയോടൊപ്പം നിന്നുകൊണ്ട് കിട്ടുന്ന ആ ആനുകൂല്യങ്ങൾ അനുഭവിച്ചുകൊണ്ട്, ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ ഭക്ഷിക്കുന്ന ഭക്ഷണം കഴിച്ച് വിശപ്പ് സഹിച്ച് വിശപ്പടക്കിക്കൊണ്ട് ജീവിച്ച മഹാനാണ് ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഹ്ലു സുഫത്ത് നബി തങ്ങളുടെ റൂമിന്റെ വീടിന്റെ തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്തിനാണ്, ഒരു തറകെട്ടിയ ഭാഗത്തിനാണ് സുഫ എന്ന് പറയുന്നത്. ആ അഹ്ലു സുഫയിൽ നിന്നാണ് ഇൽമിന്റെ പ്രസരണം തുടങ്ങിയത്, ഇൽമ് പഠിപ്പിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങിയ ആ പാരമ്പര്യം അതൊരു ദർസ് സമ്പ്രദായമായിരുന്നു. മദീന പള്ളിയിൽ വെച്ചാണ് ഒന്നാമത്തെ ദർസ് ആരംഭിച്ചത്. 400ഓളം സഹാബികളാണ് ആ ദർസിലെ മുതഅല്ലിമീങ്ങളായിട്ടുണ്ടായിരുന്നത്. അവരുടെ നേതാവാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ആ ദർസ് പിന്നീട് അതിൻ്റെ പരിഷ്കരിച്ച രൂപമായി ഇസ്ലാം നബി തങ്ങളുടെ കാലത്തെത്തിയ നമ്മുടെ നാട്ടിലും അതേപോലെ മദീനയിൽ നിന്ന് ആ ദർസ് പറിച്ചു നട്ട അനുഭവം നമുക്കുണ്ട്. കേരളത്തിൽ ഇസ്ലാം എത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്താണ്. ഹിജ്റ 5-ാം വർഷത്തിലാണ് സഹാബികൾ കേരളത്തിൽ വരുന്നത്. ആ തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പരിശുദ്ധ ദീൻ എന്താണോ, അഹ്ലു സുഫ പഠിച്ച ദീൻ എന്താണോ, അതേ മാതൃക തന്നെയാണ് നമ്മുടെ കേരളക്കരയിൽ കൊണ്ടുവന്ന് അവർ നട്ടുപിടിപ്പിച്ചത്. ഇസ്ലാം പ്രചരിപ്പിക്കാൻ ഒരു കേന്ദ്രം വേണം, അതിന് പള്ളിയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ 10-12ഓളം പള്ളികൾ സഹാബത്ത് കേരളക്കരയിൽ പണിതു. ആ പള്ളികളിലൊക്കെയും പരിശോധിച്ചു നോക്കിയാൽ, ഇന്നും കേരളത്തിലുള്ള പള്ളിയുടെ മാതൃകകൾ പരിശോധിച്ചു നോക്കിയാൽ, അതിന് ഗ്രൗണ്ട് ഫ്ലോറിന്റെ പുറമെ ഫസ്റ്റ് ഫ്ലോർ 2 തട്ടുകളിലായിട്ടാണ്. എന്താണ് ഈ സമ്പ്രദായത്തിന്റെ കാരണം? കേരളത്തിന്റെ പ്രത്യേകതയായി എല്ലാ പള്ളികളും 2 തട്ടിൽ വരാൻ കാരണം അത് ദർസ് സമ്പ്രദായമാണ്. അത് മദീനയിൽ നിന്ന് തുടങ്ങിയ അഹ്ലുസ് സുഫയുടെ പാരമ്പര്യമാണ്. അങ്ങനെ കേരളക്കരയിൽ എല്ലാ പള്ളികളിലും, നാടുകളിലും, പള്ളികളിലും ദർസ് ആരംഭിച്ചു. ഇസ്ലാം അങ്ങനെ പ്രചരിച്ചു തുടങ്ങി. അതിന്റെ പരിഷ്കരിച്ച രൂപം പിൽക്കാലത്ത് 950കളിൽ മദ്രസയായിട്ടും അറബിക് കോളേജുകളായിട്ടും പിന്നീട് ദർസായിട്ടും ഒക്കെ തന്നെ അതിന്റെ വ്യാപനം നടന്നു. പല രൂപത്തിൽ അത് വിപുലീകരിക്കപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, 11,000ഓളം മദ്രസ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മദ്രസയാണ് മംബഉൽ ഹുദ ഇസ്ലാമിക് സ്കൂൾ എന്ന നമ്മുടെ സുന്നി സെന്ററിന്റെ മദ്രസ എന്ന് മനസ്സിലാക്കേണ്ടത്. ഈ മദ്രസയുടെ പാരമ്പര്യം ചെന്നെത്തുന്നത് അഹ്ലുസ് സുഫയിലാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിലാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അങ്ങനെ വന്ന ഇൽമിന്റെ പാരമ്പര്യത്തിന്റെ പഠിതാക്കളായി, അല്ലെങ്കിൽ അതിന്റെ ഉപയോക്താക്കളായി, അല്ലെങ്കിൽ അതിന്റെ വാഹകരായി ഇന്ന് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതൊരു പുണ്യകർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 35ഓളം മദ്രസ മസ്കത്ത് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ എന്ന മഹത്തായ സംഘടനയുടെ കീഴിൽ ഇവിടെ ഒമാനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 6537-ാം നമ്പറായി സമസ്ത അംഗീകരിച്ച മദ്രസയിൽ ഇന്ന് 300ഓളം കുട്ടികളാണ്. നിങ്ങളറിയാം, നിങ്ങളൊക്കെ രക്ഷിതാക്കളാണ് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികളുടെ. നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ട്, പിന്തുണ കൊണ്ട് ഇന്ന് ഇവിടം വരെ 1991 ഒക്ടോബർ 17-ാം തീയതി ബഹുമാനപ്പെട്ട അരീക്കൽ അബ്ദുറഹിമാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അള്ളാഹു അദ്ദേഹത്തിന് ദറജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ, അദ്ദേഹം തുടങ്ങി വെച്ച ഈ മദ്രസ ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ 300ഓളം കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വലിയ ഒരു സംഭാവന മസ്കത്ത് സുന്നി സെന്റർ, മസ്കത്തിലെ കേരള മുസ്ലിമീങ്ങൾക്ക്
നൽകിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൻ്റെ പങ്കു പറ്റിയവരാണ് ഈ ഇരിക്കുന്ന രക്ഷിതാക്കളൊക്കെയും. നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണം കൊണ്ട്, പിന്തുണ കൊണ്ട്, മാനസികമായ പിന്തുണ കൊണ്ട് ഇന്നത് വളർന്നു പന്തലിച്ചു. അതിന് സ്വന്തമായ ഒരു കെട്ടിടമുണ്ടായി. ആ കെട്ടിടത്തിന് വേണ്ടി പ്രവർത്തിച്ചവരുണ്ട്, അതിന് സ്ഥലം സംഭാവന നൽകിയവരുണ്ട്, കെട്ടിടം നിർമ്മിച്ചു തന്നവരുണ്ട്. അവരെയൊക്കെ നാം പ്രാർത്ഥനയോടെ ഓർക്കുകയാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. മദ്രസയുടെ വിഷയം പറയുമ്പോൾ ഒരുപാട് സഹോദരിമാർ, സഹോദരന്മാർ, ഖൈറുക്കും മൻ തഅല്ലമ വഅല്ലമൽ ഖുർആൻ, നബി തങ്ങളുടെ ഹദീസാണ്. നിങ്ങളിൽ ഏറ്റവും ഖൈർ ഖുർആൻ പഠിപ്പിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പങ്ക് പറ്റാൻ ഭാഗ്യം കിട്ടിയവരാ നമ്മളൊക്കെയും. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ദീർഘിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് നമ്മുടെ ഈ പശ്ചാത്തലത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, രക്ഷിതാക്കളുടെ സഹകരണം കൊണ്ട് നമുക്ക് വിജയത്തിലെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിഷയം പറഞ്ഞുകൊണ്ട് ഒരു സർക്കുലർ ഉണ്ടാക്കി കവറിലിട്ട് കുട്ടികൾ മുഖേന നിങ്ങളിലേക്ക് എത്തിച്ചപ്പോൾ അതിന് നിങ്ങൾ നൽകിയ പിന്തുണ ഞങ്ങൾ മറക്കുന്നില്ല. അതിൽ ചെറിയ സംഖ്യ ഉണ്ടാവാം, വലിയ സംഖ്യ ഉണ്ടാവാം. എന്താണെങ്കിലും സുന്നി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം, മദ്രസ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വിഭവം തന്നെയായിരുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഒരുപാട് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ആ കവറിൽ നിങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും സംഖ്യ നിക്ഷേപിച്ചത് എന്ന് ഉസ്താദുമാർക്കറിയാം, കമ്മിറ്റി ഭാരവാഹികൾക്കറിയാം. കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ടുണ്ട്. നിങ്ങളെയും സാക്ഷിയാക്കി ദുആ ചെയ്യുന്നു. നിങ്ങൾ തന്നതെല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും നിങ്ങൾ മദ്രസയോട് സഹകരിക്കുക, കുട്ടികളെ പറഞ്ഞയച്ചുകൊണ്ട് മദ്രസയോട് സഹകരിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ വീട്ടിൽ വെച്ച് പ്രാവർത്തികമാക്കുക. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.